എല്ലാ പുരുഷന്മാരുടെയും വിജയങ്ങൾക്ക് പിന്നിൽ സ്ത്രീ തന്റെ ഭാര്യയോ ഉമ്മയോ പെങ്ങളോ മാതൃകയായി ആരെങ്കിലും പിന്നിലുണ്ടാകും എന്ന് തന്നെ ഇംഗ്ലീഷുകാരൊക്കെ ഒരു ആപ്തവാക്യമാക്കിയിട്ട് തന്നെ അങ്ങനെ പറയാറുണ്ട്. ലോകത്ത് മുസ്ലിം സമൂഹത്തിന് ആഗോളാടിസ്ഥാനത്തിൽ നടന്ന 2 പരാജയങ്ങളുടെ പിന്നിൽ സ്ത്രീകളായിരുന്നു എന്ന് ലോകചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. ഇസബെല്ല എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പെണ്ണുണ്ടായിരുന്നു. അവളാണ് സ്പെയിനിന്റെ അന്നത്തെ രാജാവായിരുന്ന ഫെർഡിനാൻഡ് ഭാര്യ. അവളാണെന്ന് ശപഥം ചെയ്തു പറഞ്ഞത്, ഞാൻ എന്റെ ശരീരത്തിന്റെ ഉൾവസ്ത്രങ്ങൾ അഴിച്ചു വെക്കണമെങ്കിൽ സ്പെയിനിൽ നിന്ന് മുസ്ലിമീങ്ങൾ കച്ചകെട്ടിപ്പോയേ പറ്റൂ. മുസ്ലിമീങ്ങൾ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങാതെ ഞാൻ എന്റെ വസ്ത്രം അഴിച്ചു വെക്കില്ല എന്ന് ശപഥം ചെയ്ത ഒരു സ്പാനിഷുകാരിയായ ഇസബെല്ലയെ സംബന്ധിച്ച് ഫെർഡിനാൻഡ് ഭാര്യ ഇസബെല്ലയെ ലോക ചരിത്രം ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് സ്പെയിൻ ഭരിച്ചിരുന്നത് നാമമാത്രമായൊരു മുസ്ലിം, അബൂ അബ്ദുല്ലാഹി സഗീർ. എന്തോ ചില വാക്കുകളിൽ ഇസ്മതിന്റെ മുസമ്മയെ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെയാവാം. വളരെ ചെറുപ്പം, അബൂ അബ്ദുല്ലാഹി സഗീർ എന്ന് പറയുന്ന രാജാവ്. മനോധൈര്യം കുറവായിരുന്നു, ആത്മാഭിമാനം കുറവായിരുന്നു. ആ മനുഷ്യനെ തന്റെ കൊട്ടാരത്തിൽ നിന്ന് താഴെ പിടിച്ചിറക്കുന്നത് ഈ ഇസബെല്ലയാണ്. അന്നേരം അദ്ദേഹം പെണ്ണുങ്ങൾ കരയുന്ന പോലെ വാവിട്ട് കരഞ്ഞു, ശരിക്കും ബഹളം വെച്ചു കരഞ്ഞു. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോനെ, നിന്റെ കയ്യിലുണ്ടായിരുന്ന അഭിമാനം നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നിന്റെ അധികാരം സൂക്ഷിക്കാൻ നിന്നെ കൊണ്ടായില്ല, ഇനി നീ പെണ്ണുങ്ങളെപ്പോലെ അലറുകയാണോ എന്ന് തന്റെ ഉമ്മ ആയിഷ ഉമ്മ അന്ന് ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം സ്പെയിൻ നഷ്ടമാകുന്നത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. ഇസ്ലാമിക സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് സ്പെയിനിന്റെ തകർച്ചയോടുകൂടെയാണ്. നമ്മൾ ഈ കൂത്തുപറമ്പിന്റെ പരിസരത്തെ ഈ 3-ാം പീടികയിൽ സ്പെയിനിന്റെ ചരിത്രം ദീർഘിച്ച് പറയുകയല്ല. നമുക്ക് നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനവും നമ്മുടെ നാടിന്റെ തന്നെ ചരിത്രവും ഒരുപാടേറെയാണ്. പക്ഷേ ലോക മുസ്ലിമീങ്ങളിലേക്ക് നോക്കിയാൽ സ്പെയിൻ, കൊർഡോവ യൂണിവേഴ്സിറ്റി അടക്കമുള്ളതൊക്കെ നമുക്ക് നഷ്ടമായില്ലേ? അറബ് പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, സ്പെയിൻ നഷ്ടമായപ്പോ മുസ്ലിമിന്റെ സർവ്വ സംസ്കാരവും യൂറോപ്പുകാർക്ക് കൈമാറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നത്. മുസ്ലിമിന്റെ സംസ്കാരം, നുണ പറയാതിരിക്കുക, മുസ്ലിമിന്റെ സംസ്കാരം ഓൺ ടൈം, പങ്ക്ച്വാലിറ്റി, സമയത്ത് പറഞ്ഞത് ചെയ്യുക, സമയം കൃത്യമായി പാലിക്കുക. മുസ്ലിമിന്റെ സംസ്കാരം ഒരു മനുഷ്യനെ അപമാനിതനാക്കാൻ പാടില്ല. മുസ്ലിമിന്റെ സംസ്കാരം നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. മുസ്ലിമിന്റെ സംസ്കാരം പരസ്പര ബഹുമാനം വേണം. ഇതൊക്കെ യൂറോപ്പുകാരുടെ കമ്പനികളിലും യൂറോപ്പുകാർ ഇടപെടുന്നിടത്തും മാത്രമേ ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നുള്ളൂ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാകും. ഒരു മുസ്ലിം സംസ്കാരമുള്ള ഒരു എൻവിറോൺമെന്റ് ഉള്ള ഒരു കമ്പനി കിട്ടണമെങ്കിൽ അതൊരു ഇംഗ്ലീഷുകാർ ലീഡ് ചെയ്യുന്ന അവരുടെ മാനേജ്മെന്റ് ആയിരിക്കണം. അങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും ദയനീയമായ കാര്യം. അവരാരെങ്കിലും ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരന്റെ കമ്പനിയും വിളിച്ചു പറയൂല ഞങ്ങൾ ഇന്ന കാരണത്തിനാണ് ഇയാളെ ഒഴിവാക്കുന്നത് എന്ന്. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഒരു സെൻഡ് ഓഫ്, യാത്രയപ്പ് വെക്കും. ആ യാത്രയപ്പിൽ ഇത്രയും കാലം സേവനം ചെയ്തതിനൊരു മൊമെന്റോ, ഒരു സമ്മാനം കയ്യിൽ കൊടുക്കും. വി വിൽ ടെറിബിളി മിസ് യു, ഞങ്ങൾക്ക് നിങ്ങളെ നഷ്ടമാവും, തീർച്ചയാണ് നിങ്ങൾക്ക്, വി വിഷ് യു ദ ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും വാട്സപ്പ്, അവൻ കട്ടിട്ട് പോവുകയാണ്, അവൻ പോകുന്നതിന്റെ കാരണം ഇന്നതാ, നിനക്കറിഞ്ഞോ? ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്. ഈ നാണം കെട്ട സംസ്കാരം മുസ്ലിമിന്റെ സംസ്കാരം ആവരുത്. എന്നാൽ നമ്മൾ സംസ്കാരമല്ലാത്ത ബാക്കി എല്ലാറ്റിലും നമ്മൾ ഓക്കെയാണ്, എല്ലാറ്റിലും ഓക്കെയാണ്. സംസ്കാരം മാത്രം നമ്മുടെ കയ്യിലില്ലാതെ പോകുന്നതെന്റെ. അതുകൊണ്ട് സ്പെയിനിന്റെ നഷ്ടം ഇസ്ലാമിക സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും നഷ്ടമാണ്. മുസ്ലിമീങ്ങൾക്കൊരു രാജ്യമോ അല്ലെങ്കിൽ സമ്പത്തോ അധികാരമോ മാത്രമല്ല സ്പെയിനിൽ നഷ്ടമായത്, നമ്മുടേതെല്ലാം അവരെടുത്തു, നമ്മൾ അവരുടേത് തിരിച്ചെടുത്തു. അങ്ങനെയാണ് നമ്മളൊന്നിനും പറ്റാത്തവരായി, ആളുകൾ മൈൻഡ് ചെയ്യാത്തവരായി മാറി. ഏതെങ്കിലും ഒരാൾ ഒരു മീറ്റിംഗിന് ലേറ്റായിട്ട് വന്നാൽ യൂറോപ്പുകാരൻ പറയും, ഇറ്റ്സ് ആൻ അറബിക് വേ ഓഫ് ലൈഫ്, ഇത് അറബികളുടെ ഒരു ജീവിത രീതി, ഇങ്ങനെയാണ്. 9 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞാൽ അത് 10 മണിയാവും. ഏതെങ്കിലും ഒരു കാര്യം പ്രൊജക്ട് തുടങ്ങി വെച്ചു, വലിയ ആവേശത്തിൽ തുടങ്ങി വെച്ചു, ആ പ്രൊജക്ട് പാതി വഴിയിലിട്ട് പോയാൽ അവർ പറയും ദിസ് ഈസ് ഡൺ ഇൻ എൻ അറബിക് വേ,
ഇതൊരു അറബികളുടെ രൂപത്തിൽ ചെയ്ത പണിയാണ്. ബിൽഡിംഗ് ഒക്കെ വലിയ കാര്യത്തിൽ വലിയ പ്രൊജക്ട് ഒക്കെ തുടങ്ങി പാതി വഴിയിലിട്ട ആള് മുങ്ങിക്കളഞ്ഞു. ദിസ് ഇസ് എൻ അറബിക് വേ. അവരങ്ങനെ പറഞ്ഞു, അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു. ആ നഷ്ടമുണ്ടായത് ഇസബല്ല എന്ന ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ സ്പെയിനിന്റെ രാജാവിന്റെ ഭാര്യ ചെയ്ത ഒരു ശപഥമാണ്. ഞാനിവരെ